ഞാനിന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിചിത്രമായിട്ട് തോന്നാവുന്നൊരു കാര്യമാണ്. പക്ഷേ എൻ്റെ പല നിരീക്ഷണങ്ങളുടെയും ഗവേഷണങ്ങളുടെയും ഭാഗമായിട്ട് ഞാൻ കണ്ടെത്തിയ കുറേ സത്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് രാത്രി സമയങ്ങളിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക്, എല്ലാവർക്കും ഇല്ല, ചില ആൾക്കാർക്ക് വിചിത്രമായ ചില എക്സ്പീരിയൻസ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, അത് പുറത്താളോട് പറയാൻ പറ്റില്ല എന്താണ് എങ്ങനെയാണ് എന്നുള്ളത്. ആൾക്കാരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കേൾക്കുമ്പോൾ ചിലരൊക്കെ നെറ്റി ജോലിയും അല്ലെങ്കിൽ ചിലരത് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. എനിവേ, അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ ഇതാക്കുന്നില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. പക്ഷേ ഇതേപോലെ വളരെയധികം ബുദ്ധിമുട്ടുന്ന കുറേ ആൾക്കാരുണ്ട്. അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ആണിനും പെണ്ണിനും സമാനമായ അനുഭവങ്ങളുണ്ടാവും വേണമെങ്കിൽ. ഇപ്പോൾ കേൾക്കുന്ന ഇതിനകത്ത് ഞാൻ ഈ പറയുന്ന കേൾക്കുന്ന അല്ലെങ്കിൽ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു എക്സ്പീരിയൻസ് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് രാത്രി നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നു. ഞാൻ വളരെ സിമ്പിളായിട്ട് പറയും. അപ്പോൾ ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ രാത്രി സമയത്ത് നിങ്ങളുടെ ശരീരത്തിൻ്റെ മുകളിലൊരു വെയിറ്റ്, ഒരാൾ വന്നിങ്ങനെ കിടക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ കാലുകൾ, നമ്മുടെ ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് താഴെയുള്ള ഭാഗം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കരമായ വേദനയും ഭയങ്കരമായൊരു പെയിൻ നിങ്ങൾക്ക് അനുഭവപ്പെടും. ഭയങ്കരമായൊരു ക്ഷീണം എന്ന് വെച്ചാൽ ഒരു ഒരു യുദ്ധം കഴിഞ്ഞ പോലത്തെ ഒരു ഫീലിംഗ്, തളർന്ന് അവശതയായിട്ട് നിങ്ങൾ എഴുന്നേൽക്കുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കുക, മോണിറ്റർ ചെയ്യുക എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലോവർ ചക്രാസിലോ ലോവർ പാർട്ട് ഓഫ് ദ ബോഡി ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ചില വേദനകൾ അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത്. നിങ്ങളുടെ എനർജി കംപ്ലീറ്റ് ഇങ്ങനെ ചോർന്നു പോയ ഒരു ഫീലിംഗ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ ഭൂമിയിൽ ഒരുപാട് നമുക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് എനർജീസ് ഉണ്ട്. ഈ എനർജീസ് രാത്രി സമയങ്ങളിൽ ചിലപ്പോൾ നമ്മളുടെ അടുത്ത് വന്നേക്കാം. അവർ ശരീരത്തിലേക്ക് അവർ പ്രവേശിക്കാം. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന്. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ എന്തെങ്കിലും വല്ലൊരു സ്വപ്നം കണ്ടതിൻ്റെ ക്ഷീണത്തിലാകാം എന്ന് നിങ്ങൾ വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷേ ചിലത് അങ്ങനെയല്ല. ചില സമയങ്ങളിൽ ഇതേപോലുള്ള ചില എനർജീസ് ഉണ്ട്. നമ്മളുടെ ശക്തികളെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ എനർജീനെ എടുത്ത് വലിച്ചെടുക്കുന്നതായ എനർജീസ് ഉണ്ട്. ഈവൻ നമ്മളെ സെക്ഷലി യൂസ് ചെയ്യുന്ന എനർജീസ് ഉണ്ട്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ അങ്ങനെ ഉണ്ടാവും. എൻ്റെ അടുത്ത് പല കേസുകളും ഇതുപോലത്തെ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി ബോധേഡായത്. ഞാൻ മെഡിറ്റേഷനിൽ ഇരിക്കുകയും ഇത്തരം ആളുകളെ മോണിറ്റർ ചെയ്യുകയും ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഒരു ഞെട്ടിക്കുന്ന രഹസ്യം എനിക്ക് മനസ്സിലായത്. ഇതിങ്ങനെ സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് ആണുങ്ങളടുത്തുണ്ട്, പെണ്ണുങ്ങളടുത്തുണ്ട്. കൂടുതലും സ്ത്രീകളുടെ അടുത്താണ് ഞാൻ കണ്ടേക്കണത്. അപ്പോൾ സമാനമായ അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇത് പുറത്തേക്ക് നമുക്ക് പറയാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. സ്വാഭാവികമല്ല, ആൾക്കാർ കളിയാക്കും അല്ലെങ്കിൽ ഇതെങ്ങനെ പറയും നമ്മൾ, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്തരം ഒരു രഹസ്യം ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായ ഒരു കാര്യമാണ്. അന്ധവിശ്വാസമാണ് നിങ്ങൾ വിചാരിക്കരുത്, അല്ല, ഒരിക്കലുമല്ല. ചിലപ്പോൾ നിങ്ങളുടെ ആ വീടിരിക്കുന്ന ഭൂമിയിൽ, ആ സ്ഥലത്ത് ചിലപ്പോൾ ഇതേപോലത്തെ എനർജീസ് ഉണ്ടാവാം. ആ എനർജീസ് അതേപോലെ ഈ ഒരു കാര്യത്തിനകത്തേക്ക് കൂടുതൽ അതിനുവേണ്ടി നടക്കുന്ന ചില എനർജീസ് ഉണ്ട്. അതെവിടെ നിന്നാണ് വന്നതെന്നൊന്നും എനിക്കതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. പക്ഷേ അവർ വന്നിട്ട് ഇതേപോലെ ആളുകളുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പോകുന്നതുമായ ഒരു ഞെട്ടിക്കുന്നൊരു കാര്യമായിട്ടാണ് എനിക്ക് പലപ്പോഴും ഇത് തോന്നിയിട്ടുള്ളത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായ ക്ഷീണവും ഒരു യുദ്ധം കഴിഞ്ഞ പോലെ ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുക. അതിൽ നിന്ന് നമുക്ക് ഒരു മാനസികമായൊരു ബുദ്ധിമുട്ട്, എന്തൊക്കെയോ നമ്മുടെ ബോഡിയിൽ ഉണ്ടായല്ലോ എന്നുള്ളൊരു തോട്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ ദിവസവും ഉണ്ടാവണമെന്നില്ല, ചില ദിവസങ്ങളിൽ ചില സമയങ്ങളിലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അത് നമുക്ക് തുടർച്ചയായി ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ച് ഡിപ്രഷനിലേക്ക് നമ്മൾ പോകാനും എന്താണെന്ന് മനസ്സിലാകാത്ത അവസ്ഥയിൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ആശങ്കകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് പുറത്തൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മൾ കളിയാക്കും എന്നുള്ള പേടികൊണ്ട് നമ്മൾ മിണ്ടില്ല. അപ്പോൾ ഇത് ആണുങ്ങൾക്ക് സമാനമായ അനുഭവങ്ങൾ ആണുങ്ങൾക്കും ഉണ്ടായേക്കാം. സെയിം അനുഭവം പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ഉണ്ടാവാം.
അപ്പോൾ അതായത് പുറത്തുനിന്ന് നമ്മുടെ ഭൂമിയിൽ നിന്ന് വെളിയിൽ നിന്ന് വരുന്നതായ ചില ശക്തികൾ ഇതുപോലെ വന്നിട്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നതായ ഒരു സംഗതി ഞാൻ മോണിറ്റർ ചെയ്തിട്ടുണ്ട്. നേരത്തെ മുതൽ മോണിറ്റർ ചെയ്തിട്ടാണ്. പക്ഷേ ഇപ്പോൾ പല ആളുകളും നമ്മൾ സെഷൻ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഇതുപോലെ കാര്യങ്ങൾ വെളിപ്പെടുത്താറുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ പറഞ്ഞാൽ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ അങ്ങനത്തെ ആൾ നിങ്ങളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. പിന്നെ അതിനെന്താണ് നമ്മൾ ചെയ്യുക, ഒരു സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം. അപ്പോൾ ചിലപ്പോൾ നമ്മളുടെ ആ വീടിരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ആ നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലത്തുള്ള ഒരു അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും എനർജീസ് ആയിരിക്കാം. അല്ലെങ്കിൽ അവിടെ അവർ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഏരിയ ഉണ്ടാവും. അങ്ങനത്തെ ഏരിയയിലാണെങ്കിലും ഇതേപോലെ സംഭവം ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് മാറി വേറെ സ്ഥലത്തേക്ക് മാറി നോക്കുക. അങ്ങനെ സ്ഥിരമായിട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറിയിട്ട് വേറെ സ്ഥലത്തേക്ക് മാറി നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ മാറ്റം വരുന്നുണ്ടെങ്കിൽ ആ ഭൂമിയുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ചെറിയൊരു പരീക്ഷണം അല്ലെങ്കിൽ ഒരു ഗവേഷണം നടത്തണം. പിന്നെ രണ്ടാമത്തെ എനിക്ക് തോന്നിയേക്കണത്, നമ്മൾ എന്തെങ്കിലും ഒരു മന്ത്ര ചാൻറ്റ്, ഇപ്പോൾ നമ്മൾ ഹനുമാൻ ചാലിസ ഉണ്ട്, അല്ലെങ്കിൽ അതുപോലെ ദേവിയുടെ നല്ല പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള മന്ത്രാസ് ഉണ്ട്. അതേപോലത്തെ മന്ത്രാസ് നിങ്ങൾ രാത്രി അങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് പ്രശ്നമുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയ ഡിവൈസ്, നമുക്ക് ചാൻറ്റിങ് ബോക്സൊക്കെ പോലെ തന്നെ ചെറിയ ഡിവൈസുകൾ ഇറങ്ങുന്നുണ്ട്. അതിനകത്ത് ഈ മന്ത്രം നമുക്ക് കയറ്റിയിട്ട് കഴിഞ്ഞാൽ ചെറിയൊരു വൈബ്രേഷൻ വോളിയത്തിനകത്ത് നമുക്ക് റൂമിനകത്ത് പ്ലഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം വർക്കായിക്കൊണ്ടിരിക്കും. ഉറക്കത്തിന് തടസ്സമില്ലാത്ത രീതിയിൽ ചെറിയൊരു വൈബ്രേഷനായിട്ട് നമ്മുടെ മുറിയിൽ കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ നിങ്ങൾ പ്ലഗ് ചെയ്ത് അല്ലെങ്കിൽ അത് ഓൺ ചെയ്ത് വെക്കുക. അപ്പം ഞാൻ അങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. 1-2 വീടുകളിൽ ഇതുപോലെ പ്രേതബാധമുള്ള 2-3 വീടുകളിലൊക്കെ ഇതുപോലെ അത് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിതിങ്ങനെ സജസ്റ്റ് ചെയ്യണത്. വ്യക്തമായിട്ട് അത് എങ്ങനെ അതിനെ അവിടെ നിന്ന് എടുത്ത് കളയാമെന്നുള്ളതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞൂടാ. അതിനെപ്പറ്റി പഠനം ഞാൻ കൂടുതലായിട്ട് നടത്തിയിട്ടില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്ത് അവിടെ നിന്ന് റിലീസ് ചെയ്ത് കളയാൻ പറ്റുമോ, വായിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളതിനെപ്പറ്റി ഞാൻ നോക്കിയിട്ടില്ല. പക്ഷേ അത്ര എളുപ്പമായിട്ട് എനിക്ക് തോന്നണില്ല അത്. കാരണം ഇത് വന്നു പോകുന്ന എനർജിയാണ്, അവിടെ സ്ഥായിയായിട്ട് അവിടെ നിൽക്കുന്ന എനർജിയല്ല, വരിക പോവുക അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു നല്ല അന്തരീക്ഷം, ഒരു വൈബ്രേഷൻ, ഹൈ വൈബ്രേഷൻ ആ മുറിക്കകത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത് നിങ്ങൾ ശല്യപ്പെടുത്താതെ അതങ്ങടേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇത്രയുള്ള മന്ത്രാസ് അവർക്ക് ഇഷ്ടമല്ല. നമ്മൾ ഈ പോസിറ്റീവ് വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതായ ഇങ്ങനത്തെ മന്ത്രാസ് അവർക്ക് വലിയ താല്പര്യമുള്ള. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ചാൻറ്റിങ്ങുകൾ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓം നമഃ ശിവായ, അല്ലെങ്കിൽ അതുപോലെ നമുക്ക് കേൾക്കാൻ ഒരു സുഖമുള്ള, ഉറക്കത്തിന് തടസ്സം വരാത്ത രീതിയിലുള്ള അതുപോലെ മന്ത്രാസ്, ഹനുമാൻ്റെ മന്ത്രങ്ങളോ അല്ലെങ്കിൽ രാമൻ്റെ മന്ത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ സുദർശന മന്ത്രമോ അഘോര മന്ത്രമോ ഒക്കെ ആണെങ്കിലും നന്നായിരിക്കും എനിക്ക് തോന്നണം. നമുക്ക് ഉറക്കത്തിന് തടസ്സം വരാത്ത രീതിയിൽ ചെറിയ വോളിയത്തിനകത്ത് നിങ്ങളൊന്ന് വെച്ചിട്ട് പരീക്ഷിച്ച് നോക്കുക. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദയവേത് എന്നെ ഒന്ന് അറിയിക്കണം. കാരണം എനിക്കറിയാൻ ആഗ്രഹമുണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ അതിന് മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. കാരണം നമുക്കത് ഒരു പുതിയ ഇൻഫർമേഷനാണ്. ഞാനിതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. കാരണം നമ്മുടെ അറിവ് വളരെ ചെറുതാണ്, നമുക്ക് അറിയാനുള്ളത് ഒരുപാട് വലുതുമാണ്. അപ്പോൾ ഓരോരുത്തരുടെ എക്സ്പീരിയൻസിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും. അല്ലാണ്ട് ഇതെല്ലാം തികഞ്ഞ ഒരു ആളൊന്നുമല്ല ഞാൻ. നമുക്ക് ചെറിയ അറിവേ ഉള്ളൂ. ദേവി തന്നേക്കുന്ന അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ മഹാകാളി ഹീലിംഗ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവമാണ്. ഈ കാര്യങ്ങൾ നമുക്ക് ആളുകൾ പറഞ്ഞു കേൾക്കുമ്പോഴും നമ്മളിങ്ങനെ ആലോചിച്ചു പോകും, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ, ഇതൊക്കെ സത്യമാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നൊരു കാര്യമാണ് ഞാനിപ്പോൾ ഈ വെളിപ്പെടുത്തുന്നത്. പക്ഷേ ഇത് 100% സത്യമായിട്ടുള്ള കാര്യമാണ്. ഞാനിത് പല ആളുകളിൽ നിന്നും ഇത് എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിനകത്ത് മെഡിറ്റേഷൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് സത്യമാണെന്നുള്ളത്. ഇങ്ങനെ സംഗതികൾ എനർജീസ് ഉണ്ട് നമ്മുടെ ഭൂമിയിൽ. അവർ നിങ്ങളെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് ആരെയൊക്കെ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടെ. ഇപ്പോൾ ഒരു വീട്ടിലൊരു 5 പേര് താമസിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാളേക്കും അറ്റാക്ക് ചെയ്യുക. അപ്പം നമുക്കതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇന്ന ആളെ അറ്റാക്ക് ചെയ്യുന്നോ അല്ല അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡറി ആയിട്ട് നമ്മൾ മുന്നേ കേട്ടേക്കുന്ന കാര്യം കൂടിയാണ്. അതുകൊണ്ട് ഞാനിത് കൊടുത്ത് പറഞ്ഞേക്കാം. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ഗന്ധർവനെ പറ്റിയും യക്ഷിയെ പറ്റിയൊക്കെ നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും. അതുപോലെ ഗന്ധർവൻ സ്ത്രീകളെ പിടിക്കുന്നു, യക്ഷി പുരുഷന്മാരെ പിടിക്കുന്നതാണ് നമ്മൾ കേട്ടേക്കുന്നത്. എനിക്കതിനെ പറ്റി വലിയ അറിവൊന്നുമില്ല. എൻ്റെ ഉള്ള അറിവ് ഞാൻ ഷെയർ ചെയ്യാം. കുറേ കാലം മുന്നേ ഇതുപോലെ തന്നെ ഈ ഗന്ധർവൻ കൂടിയിരിക്കുന്നതായ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് ഹീൽ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഹീലിംഗ് നടത്തി. പക്ഷേ അത് നെഗറ്റീവ് മുഴുവൻ പോയി. പക്ഷേ അപ്പോഴും ഈ ഒരു ശക്തി അവരുടെ ശരീരത്തിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടി അറ്റംപ്റ്റ് ചെയ്തു. അതും
വിജയിച്ചില്ല. ഞാൻ ആകെ ഈ ഹീലിംഗ് ഇതിനകത്ത് ഞാൻ ആകെ വിജയിക്കാത്ത ഒരൊറ്റ കേസേ ഉള്ളൂ, അത് ഈ ഒരു കേസാണ്. ബാക്കി എല്ലാത്തിലും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ ഇത് എളുപ്പമല്ല ചെയ്ത് കളയാനായിട്ട്. പക്ഷേ ഗന്ധർവൻ അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ശക്തി ഇത് അവരോട് ഉണ്ടെങ്കിൽ, സാധാരണ രീതിയിൽ അവരുടെ ഭർത്താക്കന്മാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ പക്ഷേ അതിന് താമസമില്ലാതെ തന്നെ ആ ഭർത്താവ് അവരിൽ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തു. ഭർത്താവ് ഓട്ടോമാറ്റിക്കായിട്ട് പോയി, ഞാൻ പറഞ്ഞിട്ട് പോയതല്ല. അയാൾ സ്വമേധയാ തന്നെ അയാൾക്ക് ഒരു വല്ലാത്ത മടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ അയാൾ അവരുപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. ആ സ്ത്രീയുടെ കുഴപ്പം കൊണ്ടല്ല, ഈ ഇങ്ങനത്തെ ഒരു സാധനം അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. ഇതേപോലെ തന്നെ ഈ പുരുഷന്മാരുടെ അടുത്ത് ഇതുപോലെ കൂടുമെന്ന് ഞാൻ യക്ഷികൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അങ്ങനത്തെ കേസ് ഞാൻ കണ്ടിട്ടില്ല. പുരുഷന്മാർ പൊതുവേ കുറവാണ് എൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് വന്നത്. അതുകൊണ്ട് അത്തരം കേസ് ഞാൻ ഇതിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ കേട്ടിട്ടുണ്ട്, ഞാൻ ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരാൾ, എൻ്റെ ഒരു പഴയൊരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരന് ഇതേപോലെ ഈ സമാനമായ അനുഭവം ഉണ്ടായത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പുച്ഛിക്കുകയോ തള്ളിക്കുകയോ ചെയ്യരുത്. ഇത് റിയാലിറ്റിയാണ്. എൻ്റെ ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. ഇതുള്ള സംഗതിയാണ്. ഇത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഒറ്റ മാർഗ്ഗം ഞാൻ പറയുന്നുള്ളൂ, നമ്മുടെ അമ്മേനെ വിളിക്കുക, അമ്മേനെ പ്രാർത്ഥിക്കുക, അമ്മേനെ കാലിൽ വീഴുക, അമ്മേനെ വിളിച്ച് പ്രാർത്ഥിക്കുക. അമ്മ നിങ്ങൾ രക്ഷിക്കും. അതാണ് എനിക്ക് പറയാനുള്ളൂ. അതിനപ്പുറത്ത് വേറെ ഒന്നും തന്നെ ഇല്ല. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നിങ്ങൾ മറക്കാണ്ടിരിക്കണം. അമ്മ നമ്മുടെ കൂടെ ഉണ്ട് രക്ഷിക്കാനായിട്ട്. അമ്മയെ നമ്മൾ പ്രാർത്ഥിക്കുക. അമ്മ അതിനുള്ള വഴി നിങ്ങൾക്ക് കാണിച്ചു തരും. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് ദൈവം നിങ്ങൾക്ക് തെളിയിച്ചു തരും. യാതൊരു സംശയമില്ല. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.